ജിസ് മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ആശയമുണ്ട്. സ്ത്രീകളുടെ ശാക്തീകരണത്തിന്റെ ഭാഗമായി ഒരു 150 കോടിയുടെ ഒരു പദ്ധതിയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് നടപടി സ്വീകരിക്കാൻ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് സ്ത്രീകളുടെ മൊബിലിറ്റി ഇംപ്രൂവ് ചെയ്യാന്നുള്ളത്. അപ്പൊ സ്ത്രീകൾക്ക് ഓട്ടോറിക്ഷ വാങ്ങാൻ, ബസ് വാങ്ങാൻ പ്രപ്പോസൽ തയ്യാറാക്കുന്നത് കേരള സർക്കാരാണ്. ഇത് ഒരു നഗരവികസന വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഫണ്ടാണ്. അത് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇന്ന് ജിസ്സുമായി ചേർന്നുകൊണ്ട് അടിയന്തരമായി എഗ്രിമെന്റ് ഒപ്പിട്ടുകൊണ്ട് അവരുമായി എഗ്രിമെന്റ് ഒപ്പിടും. ട്രാൻസ്പോർട്ട് സെക്രട്ടറി അടിയന്തരമായി അവരുമായിട്ട് എഗ്രിമെന്റ് ഒപ്പിട്ടുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റുമായി സഹകരിച്ചുകൊണ്ട് 150 കോടി രൂപ, ഉദാഹരണത്തിന് ഞാൻ പറയാം, ചെറിയ ഒരു ബസ് വാങ്ങി ഇപ്പൊ നമ്മൾ 503 റൂട്ടുകൾ ഞാൻ പ്രൈവറ്റ് ബസ് വേണ്ടി കൊടുക്കാൻ പോകുന്നത്. അതിന്റെ നോട്ടിഫിക്കേഷൻ ഏതാനും ദിവസങ്ങൾക്ക് ഇറങ്ങും. അപ്പൊ അതിന് സ്ത്രീകളെ ഉദ്ദേശിച്ചുണ്ട്. സ്ത്രീകൾക്ക് വണ്ടിയെടുത്ത് ഓടിക്കാം. ഞാൻ മുമ്പും പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് വണ്ടിയെടുത്ത് ഓടിക്കാം, 2 കൂട്ടുകാരികൾക്ക് ഒരുമിച്ച് വണ്ടിയെടുത്ത് ഓടിക്കാം, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് വണ്ടിയെടുത്ത്, 2 കൂട്ടുകാർക്ക് ചെറുപ്പക്കാർക്ക് വണ്ടിയെടുത്ത് ഓടിക്കാം. അതിനാണ് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്പോർട്ടോ പ്രൈവറ്റ് ബസ്സോ കടന്നു പോകാത്ത 503 റൂട്ടുകൾ അടിയന്തരമായി 1-2 ആഴ്ചയ്ക്കുള്ളിൽ നോട്ട് ചെയ്ത് പ്രസിദ്ധീകരിക്കും. അതാത് സ്ഥലത്തെ MLA-മാരും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാം ഇരുന്നുകൊണ്ട് തയ്യാറാക്കിയതാണ് ലിസ്റ്റ്. അതിൽ ആർക്കും പരാതി വരേണ്ട കാര്യമല്ലാണ്. KSRTC ഓടിയിട്ടേ ഇല്ല, പ്രൈവറ്റ് ബസ് ഓടിയിട്ടേ ഇല്ല, വെർജിൻ റൂട്ട്സ് ആണ്. ആ റൂട്ട്സിലേക്ക് വണ്ടി വരുമ്പോൾ ഈ ചെറിയ ബസ്സുകൾ വാങ്ങി സ്വയം തൊഴിൽ കണ്ടെത്താൻ സ്ത്രീകളെ ശാക്തീകരിക്കുന്ന ഈ പദ്ധതിക്ക് കഴിയും. നമ്മൾ ഈ പറയുന്ന 150 കോടിയുടെ പദ്ധതിയിൽ ഇത്തരം ഉൾപ്പെട്ട് വന്നു കഴിഞ്ഞാൽ സ്ത്രീകളെ സഹായിക്കാൻ കഴിയും. അപ്പൊ സ്ത്രീകൾ ഓടിക്കുന്ന വണ്ടികൾ, സ്ത്രീകൾ കണ്ടക്ടറാവുന്ന, സ്ത്രീകൾ ഉടമസ്ഥരാകുന്ന ചെറിയ ബസ്സുകൾ ഈ റൂട്ടുകളിൽ അനുവദിക്കും. ഈ റൂട്ടുകൾ അനുവദിച്ചാൽ കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. 2 വണ്ടിയാണ് അനുവദിക്കുന്നതെങ്കിൽ ആ 2 വണ്ടിയെ കാണും. 3ാമതൊരു വണ്ടിക്ക് പെർമിറ്റ് കൊടുക്കില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവരെ തൊഴിൽ സേഫ് ആയിരിക്കും, അവരുടെ ഇൻവെസ്റ്റ്മെന്റും അവരുടെ ബിസിനസ് സേഫ് ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ഒരിടത്ത് വണ്ടി ഓടിച്ചു, നന്നായി ഓടി, എല്ലാവരും കൂടി വണ്ടികളെടുത്ത് അങ്ങോട്ട് ചെല്ലുക, അതൊന്നും ഇനി നടക്കില്ല. ഈ റൂട്ടുകളിൽ നിശ്ചിത നമ്പറുണ്ട്. ഈ റൂട്ടിലെ പൊട്ടൻഷ്യൽ ഇതാണ്. 5 വണ്ടികളുടെ പൊട്ടൻഷ്യൽ 5 വണ്ടി, ഒരെണ്ണം അങ്ങോട്ട് പോകുമ്പോൾ ഒരെണ്ണം ഇങ്ങോട്ട് വരും. ഇപ്പൊ തലയ്ക്കലും ഓടില്ല. അതുകൊണ്ട് നമ്മൾ ഈ ട്രെയിനിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 1000 പേർക്ക് പോലീസ് ട്രെയിനിങ് കോളേജിൽ നമ്മൾ ട്രെയിനിങ് കൊടുത്തു. ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഉദാഹരണം പറയും. ഇപ്പം നമ്മൾ ഈ MVD-മാരെ എടുത്തു, AMD-മാരെ എടുത്തു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പോലീസ് ട്രെയിനിങ്. അവരെ പരേഡ്, പാസിംഗ് ഔട്ട് പരേഡ് ഇവിടുത്തെ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. എന്ന് നടന്നിട്ടുണ്ട്. അവർക്ക് കമ്പ്യൂട്ടറിൽ ട്രെയിനിങ്, അവർക്ക് എടപ്പാൾ വർക്ക്ഷോപ്പിൽ, തിരുവനന്തപുരത്ത് എടപ്പാൾ വർക്ക്ഷോപ്പിൽ എങ്ങനെയാണ് ബോഡി കെട്ടുന്നതെന്ന് ഒരു AMD അറിഞ്ഞിരിക്കണം. അല്ലാതെ ഒരു വണ്ടി ബോഡി കെട്ടിക്കൊണ്ട് നിർത്തുമ്പോൾ ഉടമസ്ഥനെ ഇട്ട് അവനെ നശിപ്പിക്കുന്ന പരിപാടിയാണ്. അത് പാടില്ല. ഒരു വണ്ടി എങ്ങനെ ബോഡി കിട്ടുന്നു, ഇതൊന്നും പഠിച്ചവരല്ല. ഒരു BTech ഉണ്ട്, MTech ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പ്രാക്ടിക്കലി ഒരു ബസ്സിന്റെ ബോഡി എങ്ങനെ കിട്ടുന്നു എന്ന് അവർ കണ്ടിട്ടില്ല. അവർ കോളേജിൽ പഠിച്ചിട്ടുണ്ട്, അവർ തിയറി പഠിച്ചിട്ടുണ്ട്, അവർ നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്, PSC പരീക്ഷ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരു ബസ്സിന്റെ ബോഡി എങ്ങനെയാണ് കെട്ടിയുണ്ടാക്കുന്നത്, അതിന് എന്തൊക്കെ വേണം, എങ്ങനെയാണ് അത് ചെയ്യുന്നത് അവർ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത്തവണ വന്ന ബാച്ചിനെ മുഴുവൻ ഞങ്ങൾ പഠിപ്പിച്ചു. മാത്രമല്ല അവരെ ഇനി ലൈലൻഡ് പോലെ, ടാറ്റ പോലെ, മാരുതി പോലെയുള്ള വലിയ കമ്പനികളിൽ അയച്ച് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വണ്ടി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു വണ്ടി എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, അത് അവർ പഠിക്കണം. അങ്ങനെ നല്ല ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഇത്തവണ ഇറങ്ങുന്ന ബാച്ച് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൽ, ഓഫീസ് കാര്യങ്ങളിൽ, മറ്റെല്ലാം വണ്ടിയുടെ കാര്യത്തിൽ, മെക്കാനിക്കൽ കാര്യങ്ങളെല്ലാം ഒരേപോലെ ട്രെയിനിങ് നൽകിയാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. എന്ന് പറഞ്ഞ പോലെ KSRTC-യിലെ ഇന്നിപ്പോൾ നമ്മൾ ഡ്രൈവർമാർക്ക് ട്രെയിനിങ്, അതിൽ നിന്ന് മാസ്റ്റർ ട്രെയിനറെ വെച്ച് മുഴുവൻ പേരെയും ട്രെയിൻ ചെയ്യണം. നമുക്ക് ഏതാണ്ട് 7,816 സ്ഥിരം ഡ്രൈവർമാരും 3049 എംപാനൽ ഡ്രൈവർമാരുമാണ് ഉള്ളത്. അത് ഈ ബദലി ഡ്രൈവർമാരാണ്. കണ്ടക്ടർമാരിൽ 8,058 കണ്ടക്ടർമാരും 3,130 ബദലി കണ്ടക്ടർമാരുമാണ് നമുക്കുള്ളത്. അപ്പൊ നമുക്ക് ഈ കണ്ടക്ടറേയും ഡ്രൈവറെ കിട്ടാൻ വലിയ പ്രയാസമാണ്. ഇപ്പം എംപ്ലോയ്മെന്റ് വിളിച്ച് കിട്ടും. പക്ഷെ ഒരു കാര്യം കൂടി, ഒരു തവണത്തേക്ക് ഞാൻ ക്ഷമിക്കാൻ പോകുന്നത്, ഒരു തവണത്തേക്ക്, അതായത് മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന്റെ പേരിൽ പുറത്തുപോയ പെർമനന്റ് ആൾക്കാർ 3 മാസം കഴിഞ്ഞ് തിരിച്ചു കയറുന്നുണ്ട്. പുറത്തുപോയ കുറെ ആളുകൾ കൊണ്ട് ഒരു തവണ ക്ഷമിച്ചു, അവരെ തിരിച്ചു കയറ്റി 5,000 രൂപ കൂടി ഒരു ഫൈനായി വാങ്ങിച്ചുകൊണ്ട് അവരെ 10-600 പേര് വെളിയിൽ നിൽപ്പോൾ ഡ്രൈവറെ കിട്ടാൻ പ്രയാസമുള്ളത് കൊണ്ട് കൂടിയാണ്. അതിൽ വലിയ കുഴപ്പക്കാരല്ലാത്ത, മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ആളുകളെ ഒരു 5,000 കൂടി വാങ്ങിച്ചുകൊണ്ട് അവരെ തിരിച്ചെടുക്കാൻ KSRTC CMD-ക്ക് ഞാൻ തൽക്കാലം ഇനി ഒരു എക്സ്ക്യൂസ് ഇല്ല. ഇനി അങ്ങനെ ഉണ്ടായാൽ യാതൊരു ക്ലെയിമും ഇല്ല, പൈസ വാങ്ങിച്ച് പോയിക്കോണം എന്ന നിലയിൽ ഇതൊരു ഫൈനായി കണക്കാക്കി. ഇപ്പൊ കൊടുത്ത പൈസ കൂടാതെ 5,000 രൂപ കൂടി ഫൈൻ കെട്ടിക്കൊണ്ട് അവരെ തിരിച്ചെടുക്കാൻ KSRTC CMD-യിലൂടെ വെച്ച് ഞാൻ നിർദ്ദേശം കൊടുക്കണം. 650 പേരും വെളിയിൽ നിൽപ്പുണ്ട്. 500 പേരെങ്കിലും തിരിച്ചു വന്നാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും.